ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ പോട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കി നല്ലൊരു ആസ്തറ്റിക് പോലെ ആക്കി എടുത്താലോ, ഒരു പേസ്റ്റൽ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അത് ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ കയറി തട്ടുംപുറത്തുനിന്ന് എടുത്തിട്ട് വന്നതാണേ. എനിക്കെന്തോ പണ്ട് ഉണ്ടാക്കി വെച്ചതാണത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലത്തെ പോട്ടുകൾ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇതിൻ്റെ കളറ് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം, വൈറ്റ് ബേസ് കോട്ട് അടിക്കണം. ബേസ് കോട്ട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഓൾറെഡി ഒരു പെയിൻറ്റ് ചെയ്ത പോട്ടായതുകൊണ്ട് നമ്മൾ എപ്പോഴും ബേസ് കോട്ട് അടിച്ചിട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പേസ്റ്റൽ കളറൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ അതേപോലെ നല്ല വൃത്തിക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. അകത്തും പുറത്തൊക്കെ അടിച്ചു കൊടുക്കുക. അകത്ത് കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് വൈറ്റ് കളർ അടിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേസ്റ്റൽ കളർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു വൈറ്റ് കളറും ഒരു യെല്ലോ കളറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്, ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് കളറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലെടുക്കുക. കുറച്ച് മാത്രം, ഒരു തുള്ളി, നമ്മളൊരു പേരിന് എന്നൊക്കെ പറയുന്ന പോലെ മാത്രം എന്ത് ചെയ്താൽ മതി, യെല്ലോ കളർ എടുത്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത് വൈറ്റ് കളറാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പേസ്റ്റൽ കളറാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ കളർ കിട്ടും. പക്ഷേ ഇത് ആക്ച്വലി ഇത്ര ഡാർക്ക് കളറല്ല. അതിലും കുറച്ചും കൂടെ ലൈറ്റാണ് നേരിട്ട് കാണുമ്പോൾ. എന്തോ ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ ആയിട്ടാണ് തോന്നുന്നത്. കുറച്ചും കൂടി ലൈറ്റാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബേസ് കോട്ട് അടിച്ച് വെച്ച പോട്ടിലേക്ക് ഈ കളറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി എനിക്ക് ഇതുകൊണ്ട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഒരു സുഖം കിട്ടുന്നില്ലായിരുന്നു. ഈ ബ്രഷ് എന്തോ കൊള്ളില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേറെ ബ്രഷ് എടുത്തിട്ടാണ് പെയിൻ്റ് അടിച്ചത്. കണ്ടോ? എന്നിട്ട് ഫുള്ളിങ്ങനെ അകത്തും പുറത്തൊക്കെ അടിച്ചു കൊടുക്കുക. ഗായ്സ്, ഇത് കാണുമ്പോൾ എനിക്കിത് കറക്റ്റ് ഇതിൻ്റെ സൈഡ്, ഈ ഹോൾ പോർഷൻ അല്ലാത്ത ഭാഗം കാണുമ്പോൾ എനിക്കെന്തോ കേക്ക് ബേക്ക് ചെയ്ത് നമ്മൾ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതേപോലെ എനിക്ക് തോന്നിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇത് ഇനി അലങ്കോലാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ റെഡ് കളർ എടുക്കുന്നു. ദെൻ ബഡ്സിൽ മുക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ നമ്മളെ പ്ലമ്മില്ലേ, പ്ലമ്മിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ പേര് അതിനില്ല, റെഡ് കളറിലുള്ള വട്ടത്തിലുള്ള ഫ്രൂട്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആവില്ലെന്നൊന്നും അറിയില്ല. നമ്മൾ എന്നിട്ട് ഇതേപോലെ ആദ്യം ഒരു ഡോട്ട് ഇടുന്നു. ദെൻ വീണ്ടും ഒരു ഡോട്ട്, അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ ഒരു ഡോട്ട്, കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് തന്നെ ഇടാൻ ശ്രമിക്കണേ. കേട്ടോ, അങ്ങനെ ഇടും. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ എനിക്ക് എന്തോ പ്ലമ്മായിട്ട് തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതിനൊരു കൊമ്പ് വേണ്ടേ, തണ്ട് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ച കളറ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുക്കുകയാണ്. കേട്ടോ, ഇതേമാതിരി ഫുള്ളായിട്ട് ഈ പോട്ടിലുള്ള ഈ ഡോട്ടിലും നമ്മൾ ഇതേമാതിരി തന്നെ ഒരു തണ്ട് വരച്ചു കൊടുക്കുക. ഒന്നല്ല, 2 തണ്ട് വേണം. ഇതേപോലത്തെ കണ്ടോ, 2 വരച്ചു കൊടുക്കുക. അപ്പോൾ ഫൈനലി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, ഇതേപോലത്തെ ഇതൊക്കെ പോട്ടൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇതേപോലത്തെ ഡിസൈനൊക്കെ കൊടുക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.